മോളെ, മക്കളെ, പിങ്കി മോളെ, മോളെ അച്ഛൻ ഭക്ഷണം കൊണ്ടുവന്നേ. മോളെ, ആ ജനലൊന്ന് തുറക്കൂ, അച്ഛൻ ഒന്ന് കാണട്ടെ. ആ ജനലിന്റെ എവിടെ വാ മോളെ. മോളെ, മോളെ, അച്ഛനെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടേ. മോളെ അടുത്ത് കഴിക്കണം കേട്ടോ. അച്ഛൻ പോയതിനു ശേഷം വാതിലോട് എടുത്ത് കഴിക്കണേ. അച്ഛാ, എന്റെ അസുഖം അച്ഛന് പകരുമെന്നുള്ള പേടിയാണ് അച്ഛാ. എന്ത് മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അച്ഛന് മോളുടെ കൂടെ ഇരിക്കണം എന്നല്ലേ ആഗ്രഹം. പക്ഷെ അച്ഛനും കൂടെ വന്നു കഴിഞ്ഞോണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ആവത്തില്ലേ. അതുകൊണ്ടല്ലേ മക്കൾ ഇങ്ങനെയൊന്നും വിഷമിക്കണ്ട കേട്ടോ. അച്ഛാ, എനിക്ക് ഒട്ടും വയ്യ അച്ഛാ. ഈ റൂമിനകത്ത് തന്നെ ഇരുന്ന് ഞാൻ മടുത്ത്. മോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്വാറന്റൈൻ കഴിയുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമല്ലോ. മോള് നല്ല മിടുക്കിയായിട്ടിരി, ആഹാരമൊക്കെ കഴിച്ച്. അച്ഛാ, എന്തോ അച്ഛാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അച്ഛന് വിഷമാവോ? മോളെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്തോന്ന് മോളെ ഇങ്ങനെയൊക്കെ പറയണേ? മോള് നല്ല ആഹാരമൊക്കെ കഴിക്കുന്ന കുട്ടിയല്ലേ, നല്ല പ്രതിരോധ ശക്തിയൊക്കെ ഉള്ള കുട്ടിയാവുമ്പോ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറില്ലേ. മോളെ ആഹാരമൊക്കെ എടുത്ത് കഴിക്കും. നോക്കിക്കോ, ഈ കൊറോണ കണ്ടല്ലോ, മോളുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി ചമ്മിപ്പോ മോളെ. ആഹാരമൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. പിന്നെ മക്കളെ, അമ്മ എന്നും മോൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെന്ന് അറിയുമോ? മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുട്ടും കിഴങ്ങ് കറിയാണ്. ചൂടാറും മുമ്പ് എടുത്ത് കഴിക്കണം കേട്ടോ. മടിക്കല്ലേ. ഇല്ല അച്ഛാ. പിങ്കി, നീ ഭക്ഷണം കഴിക്ക്. കഴിക്കാം. നീ ഇങ്ങനെ സെന്റ് അടിച്ച് നിക്കല്ലേ. പെൺകുട്ടികളായ കുറച്ച് ധൈര്യമൊക്കെ വേണം. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല ചേച്ചി. പിന്നെ എന്താ നിനക്ക്? എനിക്ക് ഈ റൂമിനകത്ത് തന്നെ ഇരുന്നിട്ട് എന്തോ പോലെ എനിക്ക് പറ്റണില്ല. എടി, നിനക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ചേച്ചി റീചാർജ് ചെയ്ത് തന്നത് ഇന്നലെ. 200 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തന്നത് എന്തിനാണ്? സിനിമ കാണാൻ. നീ അതിരുന്ന് കാണ്, അപ്പൊ നിന്റെ ബോറടി മാറുമല്ലോ. എനിക്ക് സിനിമ കാണാൻ പറ്റിയ ഒരു മൂഡിലല്ല. എനിക്ക് മോളെ മടിക്കാതെ എടുത്ത് കഴിക്കണം കേട്ടോ ആഹാരമൊക്കെ. അച്ഛാ, അമ്മ എവിടെ? അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചില് മോളെ. മോൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല അമ്മ അവിടെ. എടി, അങ്ങനെയൊന്നും ഇല്ല. അമ്മ അതാ അവിടെ താഴെ ഇരുന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഈ അച്ഛൻ ചുമ്മാ പറയണേ. നീ അവിടെ ഇരുന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്ക്. പിന്നെ എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോ അസൂയ തോന്നുകയാണ്. എടി, നിനക്ക് സമയത്തിന് ഭക്ഷണം, പിന്നെ സമയതാ ഇപ്പൊ നിനക്ക് നെറ്റ് തീർന്നു പോയെന്ന് പറഞ്ഞ ഉടനെ ഞാൻ റീചാർജ് ചെയ്ത് തരും. ഇഷ്ടപ്പെട്ട പലഹാരം, അണ്ടിപ്പരിപ്പ്, ബദാം, എന്തൊക്കെ വേണോ അതെല്ലാം കിട്ടും. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും സുനാമി പോലത്തെ സ്നേഹം. പിന്നെ എന്ത് വേണം? പുറത്തേക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം. പിന്നെ അതൊന്ന് കിടന്നു നോക്കണം, അപ്പോഴേ എന്റെ അവസ്ഥ മനസ്സിലാവും. നീ ആ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്ക്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛനും കൂടി അസുഖം പകരേ. ഞങ്ങൾ പോവാണേ. മോള് സമാധാനായിട്ടിരി കേട്ടോ. ആഹാരം എടുത്ത് കഴിക്കണേ. ഇങ്ങനെയാണ് അവളുടെ സംസാരിക്കുന്നത്? ഈ ക്വാറന്റൈൻ കിടക്കുന്ന പേഷ്യൻസിന്റെ കൂടെ ഇങ്ങനെ ഇമോഷണൽ ആയിട്ടാണോ സംസാരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് അവർ എന്റർടൈൻമെന്റ് അല്ലേ ചെയ്യിപ്പിക്കേണ്ടേ? മക്കളെ, എന്നാ ഞാനേ അവിടുത്തെ പോയി എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിട്ട് വരട്ടാ. ഒന്നോ, ഇതുപോലത്തെ ലോക ദുരന്ത അച്ഛനെ എനിക്ക് മാത്രമേ കിട്ടൂ. ഒന്ന് വരണോണ്ടാ. എനിക്ക് എന്റെ കൊച്ചിനെ കാണണം. മണി, എനിക്ക് എന്റെ കൊച്ചിനെ കാണാൻ ഇരിക്കാൻ പറ്റില്ല. ചുമ്മാ എന്തോന്ന്
റിങ്കി മാറേ, എനിക്ക് അവളുടെ അടുത്ത് പോയേ പറ്റുള്ളൂ. യാസോ വരണമെങ്കിൽ വരട്ടെ. എന്തോന്ന് മണി, എല്ലാം കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇതിനിടയ്ക്ക് നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാ? അവളെ കാണാതെ എനിക്ക് പറ്റൂല രവിയേട്ടാ. 4 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് അവളെ കാണാനിട്ട്. ഞാൻ പോട്ടെ, അവളുടെ അടുത്ത് പോട്ടെ പ്ലീസ്. അമ്മ എന്ത് ഭ്രാന്താ വിളിച്ച് പറയണേ? ബോധമില്ലാതെ ഇങ്ങനെ പെരുമാറല്ലേ. 3-4 ദിവസം കഴിയുമ്പോ അവൾ ക്വാറന്റൈൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരും. പറ്റൂല റിങ്കി, എനിക്ക് അവളെ കാണാതിരിക്കാൻ നിനക്കറിയാലോ. റിങ്കി റിങ്കി പൊന്നമ്മ മിണ്ടാതിരി പ്ലീസ്. വരണമെങ്കിൽ വരട്ടെ. ഞാൻ ഒരു കാര്യം ഓടി പോയി ചാവൂ. ഞാൻ പറയട്ടെ മണി, ഞാൻ ഒന്നാമത് എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുകയാണ്. എനിക്ക് തന്നെ അറിഞ്ഞൂടെ എന്നെ പറയണ കേക്ക് മണി. ഇതിനിടയ്ക്ക് നീയും കൂടെ ഇങ്ങനെയൊക്കെ പെരുമാറ കണ്ടേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ചേട്ടത്തി 4 ദിവസമായിട്ട് അവളെ ഞാൻ കണ്ടിട്ട്. ചേട്ടത്തി ഒന്നും മനസ്സിലാക്കി. ചേട്ടത്തി ഇത്രയും പേര് തത്തെ പഠിപ്പിക്കുകയല്ലേ. ചേട്ടത്തി ഒന്ന് മനസ്സിലാക്കും. ഒരു 3 ദിവസത്തെ കാര്യങ്ങൾ അവളെ കാണാം. നമുക്കും ടെൻഷനുണ്ട്, നിങ്ങളെ പോലെ തന്നെ. അവളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റൂല. പറയണ കേക്ക് മണി. അല്ലെങ്കിൽ മോളെ വിട്ടോട്, മോളെ കയറി പോട്ടെ. ഇനി അവിടെ പോയി ഇരിക്കട്ടെ. എന്നിട്ട് എല്ലാവർക്കും കൂടെ അസുഖം ഒരുമിച്ചൊക്കെ ചാവും. മണി മണി രാമ പിടിയില്ല. മണി എന്തോ ഓരോന്ന് വരുത്തി വെച്ചിട്ട്. മണി മോളെ കുറച്ച് വെള്ളം എടുത്താണ്. മണി ചേട്ടത്തി മക്കളെ, എന്റെ ഫോൺ എടുത്ത് ആ അനീഷിനെ ഒന്ന് വിളിച്ചാണ്. വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് വരാൻ പറ, ആശുപത്രി കൊണ്ടുപോവാ. മണി മണി മോളെ കുറച്ച് വെള്ളം കൂടെ എടുക്ക്. മണി ഓ എന്തൊരു കഷ്ടമാണ് ഇത്. ചേട്ടാ എടാ രാമ, ഒന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരട്ടാ. വെള്ളം എടുത്തോണ്ട്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.